നമുക്ക് ക്ലാസ് തുടങ്ങാറായിട്ടുണ്ട്. പങ്കെടുക്കുന്നവര് ലൈവ് ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് എഴുതാനായിട്ട് താല്പര്യപ്പെടുന്നു. നമ്മൾ ഒരു മിനിറ്റിനുള്ളിൽ ക്ലാസ് തുടങ്ങുന്നതാണ് കേട്ടോ. ഇവന്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്നതിലെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, വെൽക്കം എവരിബഡി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവന്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന അക്കൗണ്ടിംഗ് സെഷനിലെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവന്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്, അതായത് പുതിയ അക്കൗണ്ടിംഗ് സെഷൻ ആണ്, അത് വെച്ച് എങ്ങനെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. Shortly after its financial year ended 31st March 2020, but before the financial statement. ശ്രദ്ധിക്കണം, shortly after its financial year ended 31st March 2020, but before the financial statement. Okay, financial statement authorize ചെയ്യുന്നതിനേക്കാൾ മുമ്പ്. For issue, an entity inventory was destroyed by the fire, which resulted in a loss of rupees 20 lakh. Is this event an adjusting or a non-adjusting event? കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ പറയുന്ന കാര്യം മനസ്സിലായല്ലോ. ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് ഏത് സമയമാണ്? മാർച്ച് 31 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവരുടെ തീപിടുത്തം ഉണ്ടാവുന്നതിനേക്കാൾ മുമ്പ് അവർ ഇഷ്യൂ ചെയ്തിട്ടില്ല, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓതറൈസ് ചെയ്ത് ഇഷ്യൂ ചെയ്തിട്ടില്ല. പക്ഷെ ആ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നടക്കുകയും, അതായത് ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുകയും ചെയ്തു, പക്ഷെ ഓതറൈസ് ചെയ്തില്ല. അതിന്റെ ഇടയിലാണ് എന്ത് സംഭവിക്കുന്നത്? ആൻ എൻറ്റിറ്റി ഇൻവെന്ററി വാസ് ഡിസ്ട്രോയ്ഡ് ബൈ ദ ഫയർ വിച്ച് റിസൾട്ടഡ് ഇൻ ദ ലോസ് ഓഫ് 20 lakh rupees. ചോദ്യം ഇതാണ്, ഈസ് ദിസ് ഇവന്റ് ആൻ അഡ്ജസ്റ്റിംഗ് ഓർ നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ്? ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇവന്റ് ആണോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇവന്റ് ആണോ? നമുക്ക് നോക്കാം എന്താ പറയുന്നത്. ഇതിന്റെ സൊല്യൂഷൻ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതിന് കുറെ പ്രോബ്ലംസ് പോലെ ഇക്വേഷൻ ഒക്കെ എഴുതി ചെയ്യാന്നുള്ളതല്ല, ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ജസ്റ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ശരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അല്ലാതെ ഒരു കാൽക്കുലേഷൻ എഴുതി ഒരു ഉത്തരം കണ്ടുപിടിക്കലല്ല ഇവിടെ വരുന്ന ഈ രീതിയിലുള്ള പ്രോബ്ലംസിന്റെ ആൻസർ ആയിട്ട് പലപ്പോഴും വരാറ്. ദിസ് ഇവന്റ് ഈസ് എ നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആസ് ഇറ്റ് ഈസ് ഇൻഡക്റ്റീവ് ഓഫ് കണ്ടീഷൻ 5 that arose after the end of the reporting period. Okay, ശ്രദ്ധിക്കണം, after the end of the reporting period. ആ തീപിടുത്തം ഉണ്ടായത് എപ്പോഴാണ്? റിപ്പോർട്ടിംഗ് പീരീഡ് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, റിപ്പോർട്ടിംഗ് പീരീഡ് എന്തായിരുന്നു? നമ്മുടെ റിപ്പോർട്ടിംഗ് പീരീഡ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ശ്രദ്ധിച്ചു നോക്കിയൊക്കെ, എന്താ റിപ്പോർട്ടിംഗ് പീരീഡ് കൊടുത്തിട്ടുള്ളത്? റിപ്പോർട്ടിംഗ് പീരീഡ് എന്താണ്? 31st March 2020 ആണ്. ഓക്കെ, 31st March 2020 ആണ് നമ്മുടെ റിപ്പോർട്ടിംഗ് പീരീഡ് ആയി കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് ശേഷമാണ് തീപിടുത്തം ഉണ്ടാവുന്നതെന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് വരാം. റിപ്പോർട്ടിംഗ് പീരീഡിന് ശേഷമാണ്. ബിക്കോസ് ദിസ് ഈസ് എ നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ്, no adjustments will be made to the amount recognized in the financial statement of the entity for the year ended 31st March 2020. Okay, അപ്പൊ ആ ഒരു വർഷത്തിൽ അവസാനിക്കുന്ന ഇയറിൽ 31st March 2000 അവസാനിക്കുന്ന ആ ഒരു വർഷത്തില്
കണക്കിൽ നമ്മളത് ഉൾപ്പെടുത്തേണ്ടതില്ല. Okay, പക്ഷേ however, if the loss of 2 lakh is consequential enough that its non-disclosure would influence the economic decision of the user of financial statement. പക്ഷെ ഇത് വലിയൊരു എമൗണ്ട് ആണ്, സ്വാഭാവികമായിട്ടും ഇത് ഡിസിഷൻ എടുക്കുന്നവരെയൊക്കെ ബാധിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? Non-disclosure would influence the economic decisions of the user of financial statement. Disclosure of this nature of event, the estimate of its financial effect or statement, if such an estimate cannot be made, would be required. Okay, ഇതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഐഡിയ നമ്മൾ ആ ഡിസ്ക്ലോഷറിൽ രേഖപ്പെടുത്താം നമുക്ക്. പക്ഷെ അത് വിചാരിച്ച് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അഡ്ജസ്റ്റ്മെന്റ് നടത്തില്ല. പക്ഷെ ഇത് ഫൈനാൻഷ്യൽ ഡിസിഷനൊക്കെ എഫക്ട് ചെയ്യും എന്നുള്ളത് വ്യക്തമാണ്, കാരണം ഇത് വലിയൊരു എമൗണ്ട് ആണ്. അപ്പൊ നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യണം. പക്ഷെ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ വരുത്തില്ല, മീൻസ് നമ്മളെ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പൊതുവെ വരുത്താറില്ല. കാരണം ഇത് എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ അതിന്റെ ഇവന്റ് നടന്നിട്ടില്ല. അക്കൗണ്ടിങ് ഇയറിന് ശേഷമാണ് ആ ഒരു ഇവന്റ് നടക്കുന്നത്. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. കാര്യം മനസ്സിലായല്ലോ. അപ്പൊ അതേസമയം ഈ തീപിടുത്തം ഉണ്ടായത് 2020 മാർച്ച് 30 മുമ്പാണെങ്കിലോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിത് രേഖപ്പെടുത്താവുന്നതാണ്. കാരണം എന്താണ്, നമ്മുടെ ഇയർ എൻഡിന് തൊട്ട് മുമ്പുള്ള വർഷമാണത് നടക്കുന്നത്. ഇയർ എൻഡിങ് ആയതിനു ശേഷമല്ല, ഇയർ എൻഡിങ്ങിന് തൊട്ട് മുമ്പാണ് നടക്കുന്നത്. അപ്പൊ ആ ഒരു വർഷത്തിലെ എഫക്റ്റ് ആയിട്ട് നമുക്കിതിനെ പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ പ്രോബ്ലംസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഉത്തരം വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. X Limited carries its inventory at the lower of cost and net reliable value at 31st December 2020. Date ശ്രദ്ധിക്കണം. At 31st December 2020. The cost of inventory determined under FIFO method. Okay, cost of inventory determined under FIFO method as reported in its financial statements for the year then ended was 10,000. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ഫിഫോ മെത്തേഡിലൊക്കെ നമ്മൾ ചെയ്തു. അതനുസരിച്ച് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുകയാണ് ഇറ്റ് വാസ് 10,000. Due to recession in the market, the inventory could not be sold during the entire month of January 2021. The company entered into the agreement to sell the entire inventory for 7,000. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 10,000 ആണ് നമ്മുടെ ശരിക്കും കോസ്റ്റ് പറയുന്നത് ഫിഫോ മെത്തേഡ് പ്രകാരം. പക്ഷെ ഇപ്പൊ എന്തായി ഏറ്റവും അവസാനം നമ്മുടെ റിസഷൻ വന്നു, നമ്മളത് 7,000 rupees വിൽക്കാനായിട്ട് തീരുമാനിച്ചു. The financial statement were approved for the insurance on 15th February 2021. State whether this adjusting event or this is an is it adjusting event or a non-adjusting event. ഇത് adjusting event ആണോ adjusting event അല്ലേ? നമ്മൾ ഡേറ്റുകളൊക്കെ ജസ്റ്റ് നോക്കാം. നമ്മൾ സംഭവിച്ചത് എപ്പോഴാണ്? നമ്മൾ 31st ഡിസംബറിലാണ് നമ്മൾ ഇൻവെന്ററി ഒക്കെ രേഖപ്പെടുത്തിയത്. പക്ഷേ മാർച്ചിൽ നമുക്ക് ജനുവരിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി, റിസഷൻ വന്നു, നമ്മൾക്ക് വിലയുണ്ടായിരുന്ന ഇൻവെന്ററി ആയിരുന്നു. പക്ഷെ ആ ഇൻവെന്ററി എന്ത് ചെയ്തു, നമ്മൾ കാശ് കുറവിന് വിൽക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ നഷ്ടം സഹിച്ചു. പക്ഷെ ഈ ഇൻവെന്ററി എപ്പോഴുണ്ട്? നമ്മുടെ അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ പക്കൽ ഇൻവെന്ററി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ എഫക്റ്റ് വരുന്നത് ജനുവരിയിലാണ്. ഓക്കെ, നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം. This is an adjusting event. Okay, this is an adjusting event. Okay, X should recognize return of 3,000 in the financial statement for the year ended 31st March 2020. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ചോദ്യം ഞാൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നിങ്ങളുടെ അടുത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 31st December 2020. സപ്പോസ് അതാണ് എന്താ പറയുക നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ ക്ലോസിംഗ് ഡേറ്റ് എന്ന് അസ്യൂം ചെയ്യുന്നു. വേറെ പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷനും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ലാസ്റ്റ് ഡേറ്റ് പോലെ കൊടുത്തിട്ടുള്ള കാരണമുണ്ട്. കലണ്ടർ ഇയർ ആയിരിക്കും അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അസ്യൂം ചെയ്യണം. ഇങ്ങനെയുള്ള ചോദ്യത്തിന്റെ പ്രത്യേകത പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്തില്ല, ബട്ട് വി ഹാവ് ടു അസ്യൂം. അതുകൊണ്ടാണ് ഈ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കാൻ കാരണം. ഇവൻ ഇൻവെന്ററി ആയാലും ഇവിടെ എമൗണ്ട് കാണിക്കാൻ കാരണം.
ഇനി 10,000 റുപ്പീസ് ഇത് എപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്? ആ ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ നമ്മൾ എമൗണ്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ ഐറ്റം അല്ലെങ്കിൽ ഒരു എലമെന്റ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അത് വിൽക്കുന്നത് പിന്നീടുള്ള വർഷത്തിലായിക്കോട്ടെ, പക്ഷെ ആ ഒരു ആക്ടിവിറ്റി അവിടെ നടന്നു. ഓക്കെ, ഫൈനാൻഷ്യൽ ഇയറിൽ ആ ഒരു ആക്ടിവിറ്റി അവിടെ നടന്നിട്ടുണ്ട്. ഇൻവെന്ററി നമ്മുടെ അപ്പോൾ ഉള്ള ഇൻവെന്ററി ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ? ഇറ്റ് ഷുഡ് ബി അഡ്ജസ്റ്റഡ്. X Limited should recognize the return down of 3,000 in the financial statement. 10,000 എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 3,000 കുറയ്ക്കണം. പക്ഷെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് തീപിടുത്തം ഉണ്ടായി, നമുക്ക് നഷ്ടമൊക്കെ സംഭവിച്ചു. പക്ഷെ ആ തീപിടുത്തം ഉണ്ടായത് എപ്പോഴാണ്? നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തതിന് ശേഷമാണ് അവിടെ തീപിടുത്തം ഉണ്ടായി. അപ്പൊ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്താണ്? നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3. X Limited prepared its financial statement for the reporting period ended 31st March 2020. ഇവിടെ റിപ്പോർട്ടിംഗ് പീരീഡ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് 31st March 2020 വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം പറയുന്നത് ഇൻ മെയ് 2020, മെയ് മാസത്തിലാണ് വരുന്നത്. മെയ് 2020 ദാറ്റ് മീൻസ് എന്താണ്? അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് വന്നില്ലേ? കാരണം 31 മാർച്ച് 2020 ഫൈനാൻഷ്യൽ ഇയർ അവസാനിച്ചു. ഇനി അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലേക്ക് വന്നു, അതായത് 2020-21. The company received a liquidator notice indicating that an amount of rupees 5,000 due from a customer would irrevocable the financial statements. അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. The financial statements were approved for the issue on 30th June. ഈ ഡേറ്റ് ശ്രദ്ധിക്കണം. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് were approved for the issue of 30th June 2020. State whether this is an adjusting event or non-adjusting event. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇവന്റ് ആണോ അല്ലയോ എന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നുകൂടെ ഞാൻ ഈ ചോദ്യം വേഗം വായിക്കാൻ, ഡേറ്റുകൾ ഒന്നുകൂടെ നിങ്ങളുടെ മനസ്സിൽ വരണം. എക്സ് ലിമിറ്റഡ് prepared its financial statement for the reporting period ended 31st March 2020. In May 2020, അതായത് അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ the company received a liquidator notice indicating that the amount irrevocable ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു, 5,000 റുപ്പീസ് ആണ്. പക്ഷെ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയറിന്റെ ആ ഒരു റിപ്പോർട്ടിങ് നമ്മൾ അപ്രൂവലിന് പോണത് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത് 30th ജൂണിലാണ്. അപ്പൊ നമ്മുടെ റിപ്പോർട്ട് ചെയ്തു, അപ്രൂവലിന് പോണത് 30th ജൂൺ ആണ്. അതിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് മെയ് എന്ന് പറയുന്ന മാസം അല്ലേ? മാർച്ചിലാണ് റിപ്പോർട്ടിംഗ് പീരീഡ്, ജൂണിലാണ് നമ്മൾ അപ്രൂവലിന് പോകുന്നത്. ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള മെയ് മാസത്തിലാണ് നമ്മുടെ ലിക്വിഡേറ്റർ ഒരു നോട്ടീസ് അയക്കുന്നത്. അത് റിക്കവർ ചെയ്യാൻ പറ്റില്ലാത്തൊരു എമൗണ്ട് വന്നു, 5,000 എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ അടുത്തുള്ള ചോദ്യം ഇതാണ്, വെദർ ഇറ്റ് ഈസ് അഡ്ജസ്റ്റിംഗ് ഓർ നോൺ അഡ്ജസ്റ്റിംഗ്. നിങ്ങൾക്ക് തന്നെ ഒന്ന് ഊഹിക്കാലോ. ദ ഫാക്ട് ഈസ് ദാറ്റ് irrecoverable debt was in existence. ശ്രദ്ധിക്കണം, was in existence. ഡെറ്റ് ഉണ്ടായിരുന്നു അല്ലേ? ഡെറ്റ് ഉണ്ടായിരുന്നു. എക്സിസ്റ്റൻസ് അറ്റ് ദ റിപ്പോർട്ടിംഗ് പീരീഡ്. റിപ്പോർട്ടിംഗ് പീരീഡിന്റെ സമയത്ത് ഡെറ്റ് ഉണ്ടായിരുന്നു അല്ലെ? അതുകൊണ്ടല്ലേ അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം. അതിന്റെ എഫക്ട് റിപ്പോർട്ടിംഗ് പീരീഡിൽ ഉണ്ടായിരുന്നല്ലോ. ബട്ട് ദ പ്രോബ്ലം ഓഫ് ഇറ്റ്സ് കളക്ഷൻ വാസ് നോട്ട് യെറ്റ് നോൺ ടു ദ കമ്പനി. യെസ്, അത് കളക്ട് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത് കമ്പനിക്ക് അറിയില്ലായിരുന്നു. ദിസ് ഈസ് ആൻ അഡ്ജസ്റ്റിംഗ് ഇവന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതിന്റെ എന്തെങ്കിലും ഒരു എവിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈമിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. തീപിടുത്തം നമുക്ക് നേരത്തെ തന്നെ റിപ്പോർട്ടിംഗ് ഇല്ല, നേരത്തെ തീപിടിക്കുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ കേസിൽ നമ്മുടെ ഡെപ്റ്റർ ഓൾറെഡി ഉണ്ട്, ആള് തന്നില്ല എന്നുള്ളത് പിന്നീട്. The company has to make full provision for the amount outstanding to reflect the most up-to-date status of the debt. Okay, in the financial statement. ഇപ്പൊ ഇവിടെ ഓൾറെഡി ആ ഡെപ്റ്റർ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ആ ഡെപ്റ്റർ എന്ന് പറയുന്നത് മാർച്ചിന് ശേഷം വന്നൊരു ഡെപ്റ്റർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഡെപ്റ്റർ ഓൾറെഡി ഉണ്ടായിരുന്നു. മാർച്ചിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഡെപ്റ്റർ ഓൾറെഡി ഉണ്ടായിരുന്നു. ആ ഡെപ്റ്റർ എന്താ ചെയ്തേ? ഡെപ്റ്റർ കുറച്ചാൾ കഴിഞ്ഞാൽ പൈസ തന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡെപ്റ്റർ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഓൾറെഡി മാർച്ച് 31 ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഇവന്റ് എന്ത് ചെയ്യാം? ഇത് ഒരു അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണെന്ന് നമുക്ക് പറയാം.
Okay. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Question number 4. Certain company with a financial year end of 31st March has an amount of rupees 20 lakhs. Okay. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യണത് മാർച്ച് 31st ആണെന്ന് മനസ്സിലായി. ആ സമയത്ത് ഒരു എമൗണ്ട് അവിടെ ഉണ്ട്. എത്രയാണ്? മാർച്ച് ഹാസ് ഓൺ എമൗണ്ട് ഓഫ് 20 lakhs. That is due from a debtor named ദേവേന്ദ്ര. ഓക്കെ, ദേവേന്ദ്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഡ്യൂ ആണ്. അത് 20 lakhs ഉണ്ട്. As of 31st March 2020, the company provided for the impairment on 31st March 2020 of 5 lakh rupees against the gross value of 20 lakhs due from the Devendra. On 30th April 2020, before the financial statement were authorized for the issue. ശ്രദ്ധിക്കണം, നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നത് മാർച്ച് 31st ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ അപ്രൂവലിന് വേണ്ടി പോകുന്നത് ഏപ്രിൽ 30 On 30th April 2020, before the financial statement were authorized. അപ്രൂവലിന് പോണതല്ല, ഇത് ഓതറൈസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഒരു ഡേറ്റ് കൊടുത്തു മാത്രം. നമ്മുടെ ഓതറൈസ് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓതറൈസ് ചെയ്യുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല, പകരം ഓതറൈസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ്. On 30th April 2020, ദേവേന്ദ്ര ഗോസ് ബാങ്ക്രപ്റ്റ്. യെസ്, അവനെ ബാങ്ക്രപ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഗോസ് ബാങ്ക്രപ്റ്റ് and fails to protection from its creditors. Is Devendra's bankruptcy and filing for protection from its creditors an adjusting or non-adjusting event? ഇത് അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണോ നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണോ? ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ റിപ്പോർട്ടിംഗ് ഡേറ്റ്, ഒന്ന് നമ്മുടെ ഓതറൈസേഷൻ ഡേറ്റ്, പിന്നെ ഇദ്ദേഹത്തിന്റെ എഫക്റ്റ് ഉണ്ടാവുന്ന സമയം. ഇദ്ദേഹം നമ്മുടെ കമ്പനിയിൽ ഓൾറെഡി എന്താ പറയാ, ഒരു എഫക്റ്റ് ഉള്ള ആളാണോ? നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈമിന്റെ സമയത്ത് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു എഫക്റ്റ് ഉള്ള ഒരാളാണോ എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ അറിയേണ്ട കാര്യങ്ങൾ. കാര്യം മനസ്സിലായല്ലോ? ഈ 4 ചോദ്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്. 1 റിപ്പോർട്ടിംഗ് ഡേറ്റ്, 2 നമ്മുടെ ഓതറൈസ് ചെയ്യുന്ന ഡേറ്റ്, 3 എന്നാണ് ഈ ഇവന്റ് സംഭവിക്കുന്നത്, 4 ഇദ്ദേഹത്തിന്റെ ഈ ഒരു എഫക്റ്റ് നമ്മുടെ കമ്പനിയിൽ റിപ്പോർട്ടിംഗ് ഡേറ്റിന് മുമ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് നോക്കാം. എന്താ പറയുന്നത്? The bankruptcy and filing for protection from its creditors of Devendra after the end of the reporting period provides evidence of the fact that the amount receivable from Devendra was impaired at the end of the reporting period. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് 4 ചോദ്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അടുത്ത് മനസ്സിലേക്ക് വരാൻ പറഞ്ഞ. ഒന്നാമത്തെ കാര്യം, എന്നാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് ഡേറ്റ്, 2 എന്നാണ് ഓതറൈസേഷൻ ഡേറ്റ്, 3 എന്നാണ് ഇവന്റ് നടക്കുന്ന ഡേറ്റ്, 4 ഈ ഇവന്റിന് നമ്മുടെ റിപ്പോർട്ടിംഗ് ഡേറ്റിന് മുമ്പ് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ? ഓക്കെ, ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ, 4 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ വളരെ എളുപ്പമാണ്. Bankruptcy and filing for the protection from its creditors of Devendra after the end of the reporting period provides evidence for the fact that the amount receivable from the Devendra was impaired at the end of the reporting period. അല്ലേ, റിപ്പോർട്ടിംഗ് പീരീഡിന്റെ സമയത്ത് ഇത് വ്യക്തമായിട്ടുള്ള കമ്പനിക്ക്. So this is an adjusting event. അപ്പൊ എന്താണ് ഇത്? അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണ്. കമ്പനി ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്, ഇദ്ദേഹം ഒരു ഡെപ്റ്റർ ആണ് അല്ലെങ്കിൽ ക്രെഡിറ്റർ ആണെന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. This is an adjusting event and the company should impair the amount receivable from the Devendra as of 31st March 2020. ഓക്കെ, ഇപ്പൊ ഇത് അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആവാനുള്ള കാരണം എന്താണ്? നമ്മുടെ അടുത്ത് ചോദ്യം ഇത്രയ്ക്കുള്ള അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണോ അല്ലയോ എന്നുള്ളത്. അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആവാനുള്ള കാരണം എന്താണ്? ഇദ്ദേഹമായിട്ടുള്ള എഫക്റ്റ് നമുക്ക് റിപ്പോർട്ടിംഗ് പീരീഡിന് മുമ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി 5ാമത്തത്, ഈ ഒരു പ്രോബ്ലത്തോടുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കും. On 1st June 2020, an entity's financial statements, okay, ആ എൻറ്റിറ്റിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദ ഇയർ ended 31st March 2020 were authorized for the issue. Okay, മനസ്സിലാക്കേണ്ട കാര്യം, on 1st June 2020 an entity's financial statements for the year ended 31st March 2020 were authorized for the issue.
on 28th May. Okay, 28th May എന്ത് സംഭവിക്കുന്നത്? The entity declared final dividend of rupees 1 lakh in respect of profit earned in the year ended March 2020. Explain the ഇവിടെ ഫിഗർ ജസ്റ്റ് ഒന്ന് മിസ്സായി പോയതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മാർച്ച് 31st 2020 എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Okay, explain the accounting treatment of its particular event in the books of accounts. Okay, എങ്ങനെയാണ് അതിന്റെ അക്കൗണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരാ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ള കാര്യം. ഓക്കെ, ഞാൻ ഒന്നുകൂടി ആ ചോദ്യം വായിക്കാം. കുറച്ച് വാക്കുകൾ അതിൽ മിസ്സിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടി ചോദ്യം വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കാം. On 1st June 2020, an entity's financial statements for the year ended 31st March 2020 were authorized for the issue. Okay, ജൂൺ 1-ാം തീയതിയാണ് എൻറ്റിറ്റീസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈ ഒരു കാര്യം നടക്കുന്നത്. പിന്നെ an entity's on 1st June 2020 an entity's financial statement for the year ended 31st March 2020. 31st March 2020 നടക്കുന്ന എൻഡ് ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ ഇയറിന്റെ കാര്യമാണ് വരുന്നത്. വേറെ ഓതറൈസ്ഡ് ഫോർ ദ ഇഷ്യൂ എന്നാണ് ഓതറൈസ് ചെയ്യുന്നത്? ജൂണിലാണ് ഓതറൈസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ. On 28th May, the entity declared a final dividend of 1 lakh rupees. 28th May. അപ്പോൾ ഇത് എപ്പോഴാണെന്ന് ഡിക്ലെയർ ചെയ്യുന്നത്? റിപ്പോർട്ടിംഗ് പീരീഡ് കഴിഞ്ഞു, പക്ഷെ ഓതറൈസേഷൻ കഴിഞ്ഞിട്ടില്ല. ആ ഡേറ്റ് ശ്രദ്ധിക്കണം. In respect of the profit earned in the year 31st March 2020. Yes, 31st March 2020. ഇവിടെ ഈ ഒരു ഫിഗർ മിസ്സിംഗ് ആയി പോയതാണ്. 31st March 2020 അവസാനിക്കുന്ന ആ ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഡിവിഡൻഡ് ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. Explain the accounting treatment of this particular event in the books of account. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ 5 ചോദ്യങ്ങൾ വരണം. റിപ്പോർട്ടിംഗ് പീരീഡ്, ഓതറൈസേഷൻ പീരീഡ്, തന്നെ ഡിക്ലെയർ ചെയ്തത് ആ ഡേറ്റ്, ഇതിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? The declaration of the dividend is a non-adjusting event. Okay, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. The declaration of the dividend is a non-adjusting event after the end of the reporting period. At 31st March 2020, the entity did not have any obligation to pay the dividend. അതാണ് ഇതിന്റെ ലോജിക്. ഓക്കെ, 31st March 2020 അവര് ഡിവിഡൻഡ് പേയ്മെന്റ് നടത്തുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ഇവിടെ ഒരു കാര്യവും അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട്, അത് വേറെ വശം. The entity did not have any obligation to pay the dividend. It cannot record a liability for those dividends at 31st March 2020. Dividend do not meet the criteria for the recognition as a liability under section 21 provisions and contingencies. Yes, അതാണ് വേറെ കേസ്. നമ്മൾ പ്രൊവിഷൻസ് എന്നും കണ്ടിജൻസീസ് എന്നും പറഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലൊക്കെ എഴുതി വെക്കാറില്ലേ? പക്ഷെ അതിൽ നമ്മുടെ ഡിവിഡൻഡ് വരില്ല, അത് കണ്ടിജൻസി അല്ലെങ്കിൽ പ്രൊവിഷനോ അല്ല. until they are appropriately authorized and are no longer at the discretion of the entity. ഓക്കെ, ഇത് നമ്മളെ സംബന്ധിച്ചിട്ട് ലൈബിലിറ്റിയോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല, കാരണം നമ്മൾ ഓൾറെഡി ഡിവിഡൻഡ് കൊടുക്കുന്നു ഓൾറെഡി പറഞ്ഞിട്ടില്ല. അപ്പൊ ഇറ്റ് ഇസ് നോട്ട് എ ലൈബിലിറ്റി ഫോർ us. അതിന് മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളെ സംബന്ധിച്ച് നേരത്തെ തന്നെ നമ്മൾക്ക് പ്ലാനിങ് ഇല്ല, ലൈബിലിറ്റി അല്ല. ഡിക്ലെയർ ചെയ്യുന്നത് എന്താണെന്ന് പറയുന്നത്? നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് നമ്മുടെ ഓൾറെഡി ഉള്ള, ഇവിടെ ചോദ്യത്തിൽ നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് മെയ് മാസത്തിലാണ്, മാർച്ചിലാണ് അവസാനിച്ച മെയ് മാസത്തിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഡിക്ലെയർ ചെയ്യുന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല. സംഭവം ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം, അതായത് പ്രോഫിറ്റ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. പക്ഷെ അതിവിടെ മാനിക്കേണ്ടതില്ല, കാരണം ആണ് ഇവിടെ മഞ്ഞ കളറിൽ കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഉള്ള കാര്യങ്ങളിൽ കണ്ടീജൻസീസോ അല്ലെങ്കിൽ പ്രൊവിഷൻസോ അല്ലെങ്കിൽ ഡെപ്റ്റോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മാനിക്കാം. പക്ഷെ ഡിവിഡൻഡ് ഈ ഒരു കാറ്റഗറിയിൽ പെടില്ല എന്നുള്ളത് കൊണ്ട്, ഇപ്പൊ ഒരു ഡെപ്റ്റർ ആയിരുന്നു, അദ്ദേഹം പൈസ തന്നില്ല, അപ്പൊ നമുക്ക് ഇവിടെ മാനിക്കാവുന്ന കേസാണ്. ഓക്കെ, പക്ഷെ ഡിവിഡൻഡ് എന്താണ്? നമ്മളെ സംബന്ധിച്ച് ലൈബിലിറ്റി ആണോ? അല്ല, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് എ ലൈബിലിറ്റി, ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ്. അപ്പൊ അതുകൊണ്ട് 21st സെക്ഷനിൽ വരാത്ത കാരണം കൊണ്ട് നമുക്ക് നേരത്തെ കൂട്ടി നമ്മൾ പ്ലാനിങ് ഇല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം? നമ്മളിത് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, ഇതൊരു നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. കാര്യം ക്ലിയർ ആയല്ലോ? ഈ മഞ്ഞ കളറിൽ കൊടുത്തിട്ടുള്ള കാര്യം നിങ്ങൾ ഒന്നും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കണം. ഡെപ്റ്റ് ആണെങ്കിലും കണ്ടിജൻസീസ് ആണെങ്കിലും
you have to consider. അതല്ലാതെ ഡിവിഡൻഡ് ആണെങ്കിൽ you are not allowed to consider for it. ഓക്കെ, കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള കൺഫ്യൂഷൻസോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ, ലൈവ് ചാറ്റ് ബോക്സിലല്ല, പകരം കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അതിന്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.